ഇതൊന്നും ക്വസ്റ്റ്യനായിട്ട് വിചാരിക്കണ്ട. ഇത് സംശയം ചോദിക്കുകയാണ്. ഈ കമ്മ്യൂണിക്കേഷന് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം അല്ലെങ്കിൽ ഭാഷ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭാഷ അറിവില്ലായ്മ ഇതൊക്കെ ബാധകമാണ്. ഇപ്പൊ തന്നെ സാറുള്ള ഒരു പാരഗ്രാഫ് വായിച്ചു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നമാണ്. ആ പാരഗ്രാഫ് വായിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഭാഷ ലാംഗ്വേജ് ശരിയാവാനിട്ടാണോ അതോ അദ്ദേഹം മനസ്സിലാക്കാനിട്ടാണോ ഇവിടെ വന്നു അത് താഴ്ന്നെടുത്തു. ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് പറയല്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണോ ഈ കമ്മ്യൂണിക്കേഷനിൽ ഇങ്ങനെയുള്ള ഗ്യാപ്പ് വരാനുള്ളതാണ്? പിന്നെ ഒരു കാര്യമില്ല, ഇതിനെ സംബന്ധിച്ചാൽ ഇപ്പം നമ്മുടെ ഇടയിലുള്ള ചില അപകർഷതാബോധങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ ഈ ഒരു സദസ്സിൽ ഇത്രയും ചേർന്ന് ഒഴിഞ്ഞു വരുന്നത് നമ്മുടെ പല ആളുകളും വാക്സിൻ കണ്ടിരിക്കുന്നത്. അവർ ആദ്യം വരുന്നത് എല്ലാവരും വാക്സിനുകൾ കൊടുക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ ഒരു മീഡിയം ലെവലിലാണ് വന്നിരിക്കുന്നത്. അവിടെ ചേർന്ന് ഒഴിഞ്ഞു കിടക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ അപകർഷതാബോധങ്ങൾ ഒഴിവാക്കാൻ നമ്മുടെ ഭാഷ മെച്ചപ്പെടുത്താനായിട്ട് നമ്മുടെ ഈ നിയമനിലയിലുള്ള ഇങ്ങനെയുള്ള ക്ലാസുകൾ ഇനിയും സംഘടിപ്പിച്ചുകൂടെ? നിങ്ങളെ പോലുള്ള കുറച്ചുകൂടി ഇതിനെപ്പറ്റി കൂടുതൽ അറിവുള്ള ആളുകൾ വെച്ചിട്ട് ചെയ്തുകൂടെ? പിന്നെ രണ്ട് സംശയങ്ങളാണ്. ഒന്ന് ഭാഷയുടെ മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിക്കേണ്ടത്. രണ്ടാമത് ആദ്യം പറഞ്ഞതിന് ഞാനിവിടെ കാണിച്ച ആ കമ്മ്യൂണിക്കേഷൻ അത് നോർമലി ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ്. ഒരാൾ പറഞ്ഞ് അടുത്ത ആൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യണം. എങ്ങനെയാണ് ഒരാൾ പറഞ്ഞ് ശരിക്കത് ഗ്രഹിക്കാതെ അല്ലെങ്കിൽ അത് ശരിക്കും രണ്ട് കാര്യങ്ങളുണ്ട് കമ്മ്യൂണിക്കേഷനിൽ. ഒന്ന് നമ്മൾ പറയുന്നത്, രണ്ട് നമ്മൾ കേൾക്കുന്നത്. ലിസണിങ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കേൾക്കുന്നതും അത് കേട്ടാൽ മാത്രം പോരാ, അത് ശരിയായിട്ടുള്ള ഗ്രഹിക്കുന്നത്, അതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ആൾക്കാർ തമ്മിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, എപ്പോഴും റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വക്കീലിനോട് ചോദിച്ചാൽ അറിയാം, വളരെ കൃത്യമായിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊന്നും വരില്ല. അപ്പോൾ ഇത് നോർമലി സംഭവിക്കുന്നത്. പക്ഷേ ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ്റെ ഇതായിട്ട് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത് പറഞ്ഞെന്തായിരുന്നു, ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ ഉള്ള അത് തീർച്ചയായിട്ടും ആദ്യം പക്ഷെ വേണ്ടത് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ ആ കോംപ്ലക്സ് നമുക്ക് ഓവർകം ചെയ്യണം തീരുമാനിക്കുന്നത് എസ്.എൻ. ട്രസ്റ്റോ അല്ലെങ്കിൽ നമ്മളാരല്ല, ഇൻഡിവിജ്വലായിട്ടാണ് തീരുമാനിക്കുക. എനിക്ക് അതിൽ നിന്ന് മുന്നോട്ട് വരാൻ തീരുമാനിക്കുക സ്വയമാണ് ഞാൻ. അപ്പം അത് ഞാൻ പറഞ്ഞു, ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളൊക്കെ മിക്കവാറും എല്ലാം സ്വയം ചെയ്യേണ്ട ഇതാളായിരിക്കും. നമ്മൾ ജസ്റ്റ് ഗൈഡ് ചെയ്യാൻ മാത്രമേ നമ്മളിവിടെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ പോകുന്ന ക്ലാസ്സുകൾ അങ്ങനത്തെ ക്ലാസ്സുകളായിട്ട് സെൽഫ് ആയിട്ട് ഡെവലപ്മെന്റിനുള്ള ക്ലാസ്സുകളായിട്ട്. സുജിത്ത് പല സെഷനും മിസ്സായിട്ടുണ്ട്. നമ്മൾ ആശയപരമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബേർ പ്രസാദിൻ്റെ ഓഫീസിലാണ് കൂടുതൽ 30 പേർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ഡയറക്ട് ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ 30-37 അംഗങ്ങളടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, താങ്കളുടെ ആ ഗ്രൂപ്പിലുണ്ട്. അതിനകത്ത് കഴിഞ്ഞ മീറ്റിംഗ് ഞാൻ എടുത്തു പറയുകയുണ്ടായി. അടുത്ത മീറ്റിങ്ങുകളിൽ വരുമ്പോൾ നമ്മൾ 1 തൊട്ട് 3 പേർക്ക് അവസരം കൊടുക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും 3 മിനിറ്റിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു കഥ, ആ കഥയ്ക്ക് അകത്ത് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ഒരു ടേക്ക് അവേ മെസ്സേജ് ഉണ്ടായിരിക്കണം. അവിടെ 3-ൽ കൂടുതൽ ആളുകൾ വരുവാണെങ്കിൽ നമ്മൾ നറുക്കിലൂടെ ആ 1, 2, 3 ആൾക്കാരെ സെലക്ട് ചെയ്ത്, അപ്പം നിങ്ങൾ അവിടെ വന്നിട്ട് ഒരു കഥ പറഞ്ഞ് തുടങ്ങുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ആദ്യപടി. അത് നമ്മൾ ആൾറെഡി തീരുമാനിച്ചതാണ്. അത് അടുത്ത പ്രാവശ്യം തൊട്ട് 100% ഇല്ലെങ്കിൽ ഈ 3 കഥയും ഞാൻ പറയും. ഞാൻ പറയാം. അതുകൊണ്ട് ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മൾ കഥ പറച്ചിൽ നിർത്തുമെന്നൊന്നും വിശ്വസിക്കരുതായിരുന്നു. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. എനിക്ക് കൃത്യമായ ധാരണയുള്ള മനുഷ്യനാണ്. അപ്പം ഇത് നമ്മൾ ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ട് അതിനു മുമ്പ് ഞാനിവിടെ പറഞ്ഞില്ല, നിങ്ങളെ ഓരോരുത്തരെയും ഈ സ്റ്റേജിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളിലെല്ലാം നല്ലൊരു കഥാകാരനും പ്രാസംഗികനും
ആർട്ടിസ്റ്റും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ ഇവരെയൊക്കെ മികവുള്ള പ്രസന്റേഴ്സും ഒക്കെ ഉറങ്ങിക്കിടപ്പുണ്ട് ഇവിടേക്ക്. അതിനെ മനസ്സിലാക്കി കണ്ടുപിടിച്ച് പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് SN Trustന്റെ ആദ്യത്തെ ലക്ഷ്യം. അത് 100% ചെയ്തിരിക്കും. നിങ്ങൾ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആരും ഇല്ലെങ്കിലും ഞങ്ങൾ പരസ്പരം എങ്കിലും ഇത് പ്രസന്റ് ചെയ്ത് ഞങ്ങൾ കുറച്ചുകൂടെ കത്തി മൂർപ്പിച്ച് കഴിവുള്ളവരാകും. അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ പറയുന്നത് ചോയ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. ജിത്ത് സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് മേടിക്കാം. അതുകൊണ്ട് ഇവിടെ ട്രെയിനേഴ്സിന്റെ ക്ഷാമമില്ല. നമ്മുടെ ഈ കൂട്ടത്തിൽ എഴുത്തുകാരുണ്ട്. 2 എഴുത്തുകാരുടെ ഒരാൾ ഈ സ്റ്റേജിൽ കൊണ്ടുവരാൻ പിന്നെ കേട്ടുകൊണ്ട് നിങ്ങളൊപ്പം ഇരിപ്പുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉള്ള കഴിവുകൾ അതിന് അടുത്ത ട്രെയിനിങ്ങിലൊക്കെ കുട്ടികളെ നമ്മൾ ഇൻവോൾവ് ചെയ്യും. കാര്യം അത് ഘട്ടഘട്ടമായി ഡിവൈഡ് ചെയ്യും. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എല്ലാം ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ദഹിക്കുന്നില്ല. ഇതൊക്കെ ഇതേ ചെയ്യാനാണോ പ്രാവർത്തികമാക്കാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയും വിത്ത് കൂടെ ഉണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ?